ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് പല സമയ പ്രശ്നങ്ങളും കാരണം എനിക്ക് ഇതന്നെ ഈ വീഡിയോ ഇപ്പം ഞങ്ങൾ പോയിട്ട് കസഖസ്ഥാനിൽ പോയിട്ട് ഇത് 2 വർഷമായി. ഇത് പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത്. പക്ഷേ ഇടാൻ ഒരു 2 വർഷം ലേറ്റായി. ഇതാണ് രാവിലെ. ഇന്ന് ഞങ്ങൾ ഈ റൂമിനോട് വിട പറയുകയാണ്. ഞങ്ങളെ റൂമിലത്തെ രാവിലത്തെ വ്യൂ ആണിത്. ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ കസഖസ്ഥാനിൽ നിന്ന് മടങ്ങി പോവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഇസിക് ലേക്കിലേക്കാണ്. രാവിലെ 7:45 ആ സമയത്തൊക്കെ ഇന്ന് നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ തിരിച്ചു പോവാണല്ലോ. സോ ഇവിടെ നിന്നൊരു 1:45 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ട് ഇസിക് ലേക്കിലേക്ക്. സ്കൂൾ സോണിയ 2024 ജൂൺ ലാസ്റ്റിലാണ് ഞങ്ങൾ കസഖസ്ഥാനിലേക്ക് പോയത്. എൻ്റെ സമയത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ കാരണം ഞാൻ എടുത്തിടാൻ 2026 ആയിപ്പോയി. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം. അതർവൈസ് ഇന്ത്യ മാർക്കറ്റ് ദീസ് ഓൾ ആർ മാർക്കറ്റ്സ്. വലിയ വലിയ മാർക്കറ്റുകളൊക്കെ തിങ്കളാഴ്ച അവധിയായിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഗ്രീൻ മാർക്കറ്റിലേക്ക് തിക്കും തിരക്കും പിടിച്ച് ഓടിയത് അവിടെ അത് അടക്കുത്തി വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടെ ഓൾറെഡി ഞങ്ങൾ പോയപ്പോഴേക്കും എല്ലാം മുട്ടും കലടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അൽമാട്ടി ഭാഗത്തേക്ക് നല്ല ട്രാഫിക്കാണ്. നമ്മളിപ്പോ തിരിച്ചു വരുമ്പോഴും നമുക്ക് അതേ ട്രാഫിക് ആയിരിക്കും കിട്ടുക. തിരിച്ചു വരുമ്പോൾ ട്രാഫിക് നോക്കി കണ്ട ട്രാഫിക്. വൈ ദിസ് മച്ച് ട്രാഫിക്? ബിക്കോസ് വർക്കിംഗ് ഡേ എവരിബഡി ഹാസ് ടു കാണുന്നില്ല ഈ ട്രാഫിക്. ഇതിനേക്കാൾ സൂപ്പർ ട്രാഫിക് ആയിരിക്കും ഇത്ര വിന്ററിൽ റോഡൊക്കെ സ്ലിപ്പറി ആവും. അപ്പോ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോലാ പോവാ. അപ്പോ നല്ല ട്രാഫിക് ആയിരിക്കുന്നു. ഇതിനേക്കാളും അത്രയും ട്രാഫിക് ആയിരിക്കും ഇവിടെ. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കസഖസ്ഥാൻ. നമുക്ക് കണ്ടാലും മതി വരില്ല. പല ഭാഗങ്ങളും നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഫോട്ടോ കണ്ടില്ല, അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. Dress of here? Yeah, they are wearing. Okay. റോഡ് പണി നടക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ള് ടാറും ഒരു ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പോവില്ലേ ഇസിക് ലേക്ക്, അത് ആക്ച്വലി ഈ ഗ്രാമത്തിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ഇസിക്. അപ്പൊ അതിലുള്ള ലേക്കാണ് ഇസിക് ലേക്ക്. All are waiting for what? Why taxi? Then so if there is no bus stop, then also they will do like this. Then the taxi. 5 o'clock is immediately empty now Fridays. These all are Sikh village. One circle. Yeah. ഇത് എൻട്രൻസ് ആണ്. അവിടെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നുണ്ട്. What you was asking? Tilla? നമ്മളിപ്പോ ഒരു ചുരം കേറുന്ന പോലെയാണ് കേറുന്നുള്ളത് കേട്ടോ. കാരണം മുകളിലേക്ക് പോവാണല്ലോ. ആ സ്റ്റെപ്പ് ഇത് ഇസിക് ലേക്കിലേക്ക് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഫോട്ടോ സ്പോട്ടാണ്. ഞങ്ങളിവിടെ പാർക്ക് ചെയ്യുകയാണ്. 10-15 minutes walking will. അങ്ങനെ ഞങ്ങൾ ഇസിക് ലേക്കിലേക്ക് നടക്കാണ്. ഒരു 100 മീറ്റർ നടക്കാൻ, ഒരു 15 മിനിറ്റ് ഒക്കെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ആ വണ്ടിയിൽ ഞങ്ങൾ കയറാൻ നോക്കി, പക്ഷെ അതിൽ 4 ആൾക്കാരെ കയറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവന് നമ്മളെ ഗൈഡിന് വേറെ വണ്ടി എടുക്കേണ്ടി വരും. സോ ഞങ്ങളത് ആ ഐഡിയ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വർത്താനം വിട്ട് ഞാൻ വേറെ എന്തെല്ലോ പറഞ്ഞു. ഞങ്ങള് നടന്നെത്തി. ബാക്കിയുള്ള ഒരു ബാക്കിലുള്ള ഇവരെവിടെ ഉള്ള അങ്ങനെ ഞങ്ങളുടെ ഗൈഡിന്റെ കൂടെ നടക്കുകയാണ്. എന്തെല്ലോ പറയുന്നുണ്ട്. ചീത്ത പറയുന്നതൊന്നും കൂടി നമുക്കറിയില്ല.
5 minutes ആയാലും നമ്മൾ അവിടെ എത്തുന്നതാണ് അവൻ പറയുന്നത് സത്യസന്ധമാണ്. He's not coming എന്ന് പറഞ്ഞേ. അങ്ങനെ കുറച്ച് കാര്യമൊന്നുമില്ല. ശരിയാവില്ല. നീയും വാ താഴേക്ക്. അത് കുറച്ച് കാര്യം നീ താഴെ വരണം. നമ്മളൊക്കെ എങ്ങനെയാ പോവാ? വീടില്ലാണ്ട് നമ്മള് പോവില്ല. അതൊന്നും ശരിയാവില്ല. നല്ല യെല്ലോ ഫ്ലവർ ആണ്. കമ്പിളിയില് അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നോക്കിയേ, Wait. ഒരു നായ ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ അവിടെ നല്ലോണം കുറവാ. എനിക്ക് തോന്നിയത് അത്ര ഇനി ഫേമസ് അല്ലേ, അതോ ഇനി വർക്കിംഗ് ഡേ ആയത് കൊണ്ടാണോ എന്തെന്നറിയില്ല. ആരും ഇല്ലാത്തൊരു ലേക്കാണിത്. ആൾക്കാർ നല്ലോണം ആരും ഇല്ലാന്ന് പറയുന്നതിന് ഞങ്ങളെ കൂടാണ്ട് വേറെ 2 പേര് കൂടെ ഉണ്ട്. വേറെ ആരും ഇല്ല ഇവിടെ. പിന്നെ ഇത് വർക്കിംഗ് ഡേ ആയത് കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ആൾക്കാരല്ല കേട്ടോ, വേറൊരു 3 പേരെയും കൂടി കാണാനുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങള് ഇസിക്കിലേക്ക് ഇപ്പൊ നേരെ തിരിക്കുകയാണ്. ആളൊക്കെ നല്ല കുറവാ ഇവിടെ. അല്ല നമ്മള് കഴിക്കുന്ന ഇല്ല ഞങ്ങള് എത്ര മിനിറ്റ് നമ്മൾ നടക്കാനുണ്ട് അവിടേക്ക്? 10 മിനിറ്റ് തന്നെ ഉള്ളു അല്ലേ? ഞങ്ങൾ ഇപ്പൊ വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തി അല്ല? അങ്ങനെ തിരിച്ചു പോകും. ഇനിയിപ്പോ സിറ്റി ടൂർ കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കണം അല്ലേ? അബുദാബിക്ക് തിരിച്ചു പോവുകയാണ്. കഴിഞ്ഞു കസാക്കിസ്ഥാൻ ടൂർ. ലാസ്റ്റ് ഡേ ഇൻ കസാക്കിസ്ഥാൻ. യെസ്, പറഞ്ഞത് ചവിട്ടിക്കൊല്ലുന്നു. നമ്മൾ 2 കൂടിയിട്ടല്ലേ പറഞ്ഞത്? ഇസിക് വില്ലേജ് ഇപ്പൊ നേരത്തെ നമ്മൾ വരുമ്പോ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല തിരക്കായി ഇപ്പൊ ഈ വില്ലേജില്. 11:30 മണിയായിട്ടുണ്ട് ഇവിടെ. ഡ്രൈവർ സൗമ്യ. ഹലാൽ ഫുഡ്. ഇത് മുസ്ലിം കൺട്രിയാണ്, പക്ഷെ ഹലാൽ ഫുഡ് എന്ന് എഴുതി വെച്ചാൽ എന്തിനാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ മുസ്ലിം കൺട്രി ആകുമ്പോൾ ഹലാൽ ഫുഡ് തന്നെയല്ലേ ഉണ്ടാവേണ്ടത്. So you got any details regarding the flight is on time? I wanted to finish. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അവിടെ. ഉച്ചക്ക് 12:30 മണിയായി. I told I didn't find any festival. പോലീസുകാർ പോകുന്നുണ്ട്, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടാ പോകുന്നത്. നോ കേബിൾ കാറിലൊരു കരഞ്ഞിട്ട് പാവം. Tilak, you are shaking? Me? You got scared and shaking? ശിവറി. Why? ഇത് ഇവിടത്തെ അൽമാട്ടി. ദിസ് ഇസ് റൈറ്റ്. This is Almaty. Yeah. അൽമാട്ടിയിലെ ഏറ്റവും വലിയൊരു സ്ട്രീറ്റ് ആണ് ഇത്. All cousins, boys and girls without families. So all the kids are to leaving me. That's it. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഓഫീസ് ബിൽഡിംഗ്. അത്ര പുതിയ ഒരു ബിൽഡിംഗ് ആണിത്. ഓഫീസ് സമുച്ചയം. Hey, this some building. Some YouTuber told architecture. What is this? ഇതുവരെ ഞങ്ങൾ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് എത്തി. പക്ഷെ അൽമാട്ടി എത്തിയപ്പം ട്രാഫിക് തുടങ്ങിയിട്ടുണ്ട്. ഇനി ട്രാഫിക് ആയിരിക്കും തോന്നുന്നുണ്ട്. എവിടെ നോക്കിയാലും റോസാപ്പൂവ് കാണാം ഇവിടെ. നല്ല റോഡ് മൊത്തം റോസാപ്പൂവാ. പലതരത്തിലുള്ള, എത്ര വലുതൊക്കെയാ ചിലതുണ്ടാവുക. നല്ല വലുപ്പത്തിലുള്ള റോസാപ്പൂ. വാട്ട് ഹറി. ഒരു കുഞ്ഞിനെ അവന്റെ അച്ഛൻ തലയിലെടുത്തോണ്ട് പോകുന്നുണ്ട്. She's enjoying that, yeah. ആണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ രാജ്യത്തിന് ഫ്ലാഗ് ഒന്നുമില്ല.
ഒരു ഫ്ലാഗിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. That flag maybe. യാ അതാണ്. അപ്പൊ തന്നെ ഒരു ഫ്ലാഗ് കണ്ടു അവിടെ. It's a government building. ഗവൺമെന്റ് ബിൽഡിംഗ്. ഇപ്പൊ ഒരു ഫ്ലാഗ് കണ്ടു. What is special about Independence? ഓക്കെ ഓക്കെ. And independence again. 1920. Yeah. You got your independence. 1917 to 1920 was we against but we lose, and some of the people they are going to China also because run away, and then we from 1920 they're coming back also slowly because when we calm down here in this area. Yes, I'm happy. I mean, general population, not only your opinion. General who is older generation, they are not happy. Okay. Why they are not happy? Why the old generation not happy? Why? So you They felt separated Why? from. During the Because- union, it was life better. Because I heard this when it's I like go that. Armenia It's also. like that. It's like that. Okay. If you're lazy, that time is the best. That time. Because If you without lazy, doing anything, if you lazy, that time is the best. Yeah. If you working, then this time. Now we have a lot of opportunities. If you are hardly and Hardworking. smartly, yeah, Okay. you have best life. Because that time is also you have everything limited. Not that much growing, not that much low. I mean below also. Everyone living in same level. That is better, right? Grandparents also they lived that time, and I'm always asking not only from them, other people also, and then everyone complaining about this. In our time was like that. Our time was better. Everyone so kind. Everyone is not rushing, chilly, no stress. Now everyone stressed. Now no one taking care of each other. Don't care about each other. Like that. But 3 we will get the dirhams. കസഖിസ്ഥാൻ. നമ്മളങ്ങനെ കസഖിസ്ഥാൻ മ്യൂസിയത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പൊ പോകുന്ന ഒരു പാർക്കിലൂടെ. ഇവിടെ ഒരുപാട് പാർക്കുകൾ ഉണ്ട് ഈ തലസ്ഥാന നഗരിയിൽ. ഞങ്ങളുടെ ടൂർ ഗൈഡിന്റെ നാട് കിർഗിസ്ഥാനാണ്. അപ്പൊ അവിടുത്തെ തലസ്ഥാനമായ ബിഷ്കേക്കിലും Yes, I'm right. ഒരുപാട് പാർക്കുകൾ ഉണ്ട് നമ്മൾ പറയുന്നത്. ഞങ്ങള് മ്യൂസിയത്തിൽ കാറ് പാർക്ക് ചെയ്തു. നമ്മള് മ്യൂസിയത്തിന്റെ എൻട്രൻസിലേക്ക് പോവാണ്. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, ചാറ്റൽ മഴ. നല്ല ഭംഗിയുണ്ട് പൂക്കള് കാണാന്. ആഹാ എന്താ ഭംഗി. അവിടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പത്രസമ്മേളനമാണോ എന്താവും. എല്ലായിടത്തും നമുക്ക് ഈ പൈൻ മരങ്ങളുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് മ്യൂസിയം, കസഖിസ്ഥാൻ മ്യൂസിയം. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ. ബാഗ് ലോക്കറിൽ വെക്കാൻ പറഞ്ഞു. വലിയ ബാഗ് ചെറിയ ബാഗ് ഇടാൻ തോന്നുന്നുണ്ട്. വലിയ ബാഗൊക്കെ നമ്മളത് കുറച്ചല്ല, സാധാരണ ചെറിയ ബാഗ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, കോഴിമുട്ടയും കുറേ ബേർഡ്സും. ഇവരൊക്കെ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. നമ്മുടെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ളതാ. ചൈനയിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെ. ഫ്രം ചൈന റൈറ്റ്? ചൈന. ഓക്കെ, ചൈന. ഓക്കെ, ഹായ്.
from China, we are from India. Okay. Okay, okay. Welcome. Okay, bye. എന്ത് ഭംഗിയാ. ഹൗസിൽ ഇത്ര നൈസായിട്ട് ഇരുന്നിട്ട് അവർ പോകുന്നത് നമ്മളിരുന്നിട്ടാകുമ്പല്ലേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇവിടെ പാർക്ക് എന്ന് പറയാൻ നിറയെ മരങ്ങളും പ്രത്യേകിച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള അങ്ങനത്തെ ആക്ടിവിറ്റീസിനേക്കാളും കൂടുതലായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുക നിറയെ മരങ്ങൾ, പൈൻ മരങ്ങൾ, പിന്നെ വലിയ വലിയ കുറേ മരങ്ങൾ, ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അധികം ആൾ റെസ്റ്റ് ചെയ്യുന്നൊക്കെ കാണാം ഇവിടെ. കൂടുതൽ കുട്ടികൾക്ക് ഒരു കോൺസെൻട്രേഷൻ അല്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ വിശ്രമിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് പാർക്ക്. പിള്ളേരൊക്കെ അവരെ സ്വന്തം ജീപ്പ് കൊണ്ടുവന്ന് ഇവിടെ ഓടിക്കുന്നതാണോന്ന് അറിയില്ല. ഇന്നലെയും ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ. Problem. This lady wants everything. ഒരു നല്ല ആള്. ഇത് മിലിറ്ററി മ്യൂസിയം ആണ്. ഇപ്പൊ നമ്മളുള്ളത് പാൻപിലോവ് പാർക്കിൽ. Your place now. No, because the distance are short. So their family also they have kids. But I think this is your house now. it's okay, sir. There is a time. Java nice. നമ്മൾ ഇന്നലെ വന്ന പാർക്കിലേക്ക് തന്നെ പിന്നെയും വന്നതാണ്. ഇന്നലെ ഇരുട്ടായിരുന്നു. സോ ഇന്ന് ഏകൻ ഇവിടെ തന്നെ വന്നു. നമ്മൾ പോകുന്നത് നിങ്ങൾ പിന്നെ വാന്ന് ബാക്കിൽ. വണ്ടിയില്ല. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ചർച്ച് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പകല് വന്നതാണ്. കറുത്ത ഞാൻ ഉള്ളില് അപ്പൊ എയർപോർട്ടിൽ പോകുന്ന മാതിരി മൂന്നേക്കാലായി. ഞങ്ങൾക്ക് 7:30 മണിക്കാണ് ഞങ്ങളെ ഫ്ലൈറ്റ്. അപ്പം അതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് 4:30 ആകുമ്പോൾ എയർപോർട്ടിലേക്ക് എത്തണം. നമുക്ക് 4:30ക്കാണ് ചെക്ക് ഇൻ അല്ലേ. മഴ പാറുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ചെടിയൊക്കെ വെക്കുന്നുണ്ട്. പ്ലാന്റ്. ഹായ് ഹായ്. അങ്ങനെ 3600 ടെങ്ക കൊടുത്തിട്ട് നമ്മൾ 3 ഷവർമ വാങ്ങി. അയ്യോ ഇവിടെ Let's go fast. ഇതിനായിട്ട് പോകുന്നുണ്ടോ ഇലക്ട്രിക് ബസ്. ഷവർമ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഷവർമയും കാണുന്നുണ്ട്. ഞങ്ങൾ പോവാനായപ്പം ജസ്റ്റ് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലൊന്നും അങ്ങനെ കയറാത്തോണ്ടില്ലേ. കുപ്പികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടു.
ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് വാങ്ങി. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ബില്ലാക്കണം. I'm a rich person. Thank you. Okay. Thank you so much. Thank you. You didn't say thank you to me, no? For you, it's okay.